കഴിഞ്ഞ എപ്പിസോഡിൽ ജോജയാണ് ഹേയിങ്ങിന്റെ ലവ് അലാറം അടിപ്പിച്ചാണ്. അങ്ങനെ അതുകൊണ്ട് അവനും ഇവൾക്കും അപ്പൊ ഇവൻ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാവും. കാരണം ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പോഴാണ് അവൻ പ്രതീക്ഷനേക്കാളും ഇത് നല്ല ഫീലിംഗ് തരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്ത് ഇമോഷണലാവും. അതേസമയം സുൻഹോയ്ക്ക് മനസ്സിലായി സത്യം ജോജോയ്ക്ക് ഇപ്പോൾ അവളെയാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് അവനും കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ജോജ ഇതിനു മുമ്പ് ഫോളോ ചെയ്ത് അവനെയാണ് കാണിക്കുന്നത്. അവനാണ് ഇതിനു മുമ്പ് കുറെ ആൾക്കാർ ഒറ്റയ്ക്കായിപ്പോന്ന് പറഞ്ഞ് മരിച്ചവര് കാണും. അങ്ങനെ ആ സൂസൈഡ് അറ്റംപ്റ്റ് ഇരുന്ന് ഇവ മാത്രം രക്ഷപ്പെട്ട് കാണും. ആ സമയത്ത് ഇവളുടെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് കണ്ടിട്ട് അവൻ അപ്പം തന്നെ അവളിടുന്ന പോസ്റ്റിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ ഇപ്പോഴും ജോജോയുടെ പുറകെ തന്നെ വരാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അടുത്ത ദിവസം ഹെയിങ് സന്തോഷത്തിൽ ജോലിക്ക് പോകുമ്പോഴാണ് അതേപോലെ ഇവൾക്ക് സന്തോഷം കാണും അവന്റെ ലവ് അലാറം അടിപ്പിച്ചോണ്ട്. അതേസമയം ഇന്നലെ സുൻഹോ കോളേജ് മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അവൾ കുറച്ച് പേടിച്ചായിരിക്കും പോകുന്നത്. അപ്പോഴായിരിക്കും ഹെയിങ്ങും എന്തായാലും പ്രശ്നം ഉണ്ട് അവൻ അപ്പത്തിനെ വിളിച്ചായെന്നറിഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇടുമ്പം അത് കണ്ട് അവളും ധൈര്യത്തി ഈ തവണ അവൾ ഒന്നും കണ്ട് പേടിച്ചോടത്തില്ലെന്നറിഞ്ഞ് ക്ലാസ്സിലേക്ക് ധൈര്യത്തിൽ ചെല്ലും. അതിനുശേഷം ഇവളുടെ കൂട്ടുകാർ സന്തോഷത്തി നിന്റെ വീഡിയോ ഒക്കെ നെറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞെന്നറിഞ്ഞ് ഇവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അതേസമയം ഈ കാര്യം ചെയ്തത് സുൻഹോയാണ്. എന്നിട്ട് ഇവിടെ ഹെയ്യങ് കമ്പനിയിലേക്ക് വരുമ്പോഴാണ് ഇവനൊരു കാര്യം അറിയാൻ വരും. സുൻഹോയുടെ അച്ഛൻ വേറൊരു ലേഡിയായിട്ട് ബന്ധത്തിലുണ്ടെന്ന്. അതുകൊണ്ട് ഈ കാര്യം സുൻഹോ അറിയാൻ വേണ്ടി അവൻ ആ ന്യൂസ് എടുത്ത് അവന് സെൻഡ് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്ന അവനും അവന്റെ അമ്മയോർത്ത് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്നവന്റെ ഡ്രൈവറും ഇവൻ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു നല്ല ഫാമിലി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ നടത്തുമെന്ന് പറയുമ്പം ഇയാൾക്ക് വിശ്വാസമില്ല ഇവ മുമ്പത്തെ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞ്. പക്ഷെ അവനാണ് ഞാൻ ഒരു നല്ല ഫാമിലി ആയിട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവൻ വരാൻ സമ്മതിക്കും. അതിനുശേഷം ഇവിടെ ജോജോയുടെ കസിനും അവൾ സൂപ്പർ മാർക്കറ്റിൽ ഫുൾ ഡേ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടെ വരുന്ന കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരാണ് ഇവളെ കണ്ടിട്ട് മൊത്തത്തിൽ അങ്ങ് വീണു. അതുകൊണ്ട് അവളും ചെറുക്കന്മാർക്ക് എന്റെ ഫോണിൽ ലവ് അലാറം അടിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തി കുറച്ചും കൂടെ അവന്മാർക്ക് മൈക്ക് എടുക്കാൻ നോക്കും. അതുകൊണ്ട് അവന്മാർ 4 പേരും കൂടെ ഇവളുടെ ആ വഴിയിൽ അങ്ങ് വീണു. അതിനുശേഷം അവളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ല 10 പേര് ഇപ്പത്തിന് എനിക്ക് ഒപ്പിക്കാൻ പറ്റും ഏതിന് അവൾ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞൊരു ജോജോ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഹെയ്യൻ അവൾക്ക് മെസ്സേജ് അയച്ച് ഇന്ന് കുറച്ച് ബിസി ആയതുകൊണ്ട് ഇവൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റാന്ന് പറയും. അപ്പോഴാണ് അവളും ഹെയ്യങ്ങിനെ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് ആലോചിക്കുന്നത്. എന്നിട്ട് ഇവിടെ സുൻഹോ മറ്റവൾ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പം അവളുടെ ടീമാണ് നിങ്ങൾ തമ്മിൽ എന്തിനാ ബ്രേക്കപ്പ് ചെയ്തെന്ന് പറഞ്ഞ് സുൻഹോ ഇവളുടെ ലവ് അലാറം അടിപ്പിച്ചില്ലേലും അവ സ്നേഹം കാണിക്കുന്നതിലെ തോന്നിയെന്ന് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊക്കെ കേൾക്കും തോറും അവൾക്ക് സങ്കടം വരുത്തിയുള്ളു. അപ്പോഴാണ് ഇവിടെ സുൻഹോയെ കാണിക്കുന്നത്. അവനവന്റെ ഫാമിലിയുടെ കൂടെ ഇവർ സന്തോഷിച്ച് ജീവിക്കാമെന്ന് ന്യൂസിനെയൊക്കെ അറിയിച്ചു കൊടുക്കുമ്പം അവിടുത്തെ 2 സ്റ്റാഫാണ് ഇവന്റെ അച്ഛനമ്മയെ കുറിച്ച് കുറെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ന്യൂസുകാരുടെ ഫ്രണ്ട് ഇവ 2 ലവ് അലാറം അടിപ്പിച്ച് കാണിക്കാത്ത സത്യത്തിൽ പരസ്പരം അവരുടെ അടിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട. അതുകൊണ്ട് നാണക്കേട് ഇല്ലാതാക്കാൻ വേണ്ടി സുൻഹോടമ്മ നൈസിന് ഒഴിഞ്ഞു മാറിയെന്ന് അവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇതേക്കുന്ന സുൻഹോൻ ദേഷ്യത്തി അവരെ ഒരു നോട്ടം നോക്കിയിട്ട് ഇവന്റെ അമ്മയെ സമാനപ്പെടുത്താൻ വേണ്ടി വരും. അപ്പോഴാണ് അവന്റെ അമ്മയാണ് ഇവര് പറയുന്നൊക്കെ സത്യം അറിഞ്ഞ് ഇവന്റെ അച്ഛൻ ഇവരും ലവ് അലാറം ഓണാക്കിയ ഇവരുടെ ലവ് അലാറം അവന്റെ അച്ഛന്റെ ഫോണിൽ അടിക്കത്തില്ലെന്ന് പറയും. പക്ഷെ അവന്റെ അച്ഛന്റെ ഫോണിൽ നിന്ന് ഇവർക്ക് ലവ് അലാറം അടിക്കും. അങ്ങനെ ലവ് അലാറം അടിച്ചാലും വേറൊരു പെണ്ണായിട്ട് എന്നെ ചതിക്കുന്ന നിന്റെ അച്ഛനാന്നറിഞ്ഞ് അവരവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന സുൻഹയാണ്. അപ്പൊ അവന്റെ അമ്മയ്ക്ക് അവന്റെ അച്ഛൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇത്രയും വർഷം കൂടെ ജീവിക്കണമെന്നറിഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇവനാണ് ഇവന്റെ ഡ്രൈവർ ഇവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്ന കാര്യം അറിയും. അപ്പോഴാണ് അവൻ എന്ത് വിഷയം ചോദിക്കുമ്പം അവൾ ജോജയെ കാണാൻ പോയ കാര്യം ഇവന് മനസ്സിലാവും. അതോടെ അവൻ അപ്പം തന്നെ അവിടെ കാർ എടുത്തോണ്ട് ചെല്ലും. ഇതേ സമയം ഇവിടെ ഗൂവിന്റെ ചേട്ടനാണ് ജോജോ ഹേയിങ്ങിന്റെ ലവ് അലാറം അടിപ്പിച്ചത് അവൻ കണ്ടുപിടിക്കും. പക്ഷെ ഇതൊന്നും ഇവൻ ചെയ്തിട്ടല്ല. അപ്പോഴാണ് അവന്റെ അനിയൻ ഗൂവിനെ ആ സിസ്റ്റം വഴി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവന് പെട്ടെന്ന് സംശയം അവൻ സത്യത്തെ ആശുപത്രി തന്നെയാണോ ഉള്ളതെന്ന്. അതുകൊണ്ട് അവന് നേരിട്ട് അവന്റെ അനിയൻ ഗൂവിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവന് മനസ്സിലാവും സിസ്റ്റത്തെ അവൻ ഇവിടെ ഉള്ള പോലെ ഹാക്ക് ചെയ്ത് വെച്ചേക്കുവന്ന്. അതുകൊണ്ട് അവന് കട്ട ദേഷ്യത്തി ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇവിടെ ജോജോയും ക്ലാസ് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഹെയ്യങ്ങാണ് ഇന്നത്തെ അവർക്ക് മാറ്റി വെച്ചെന്നറിഞ്ഞ് അവൻ ഇപ്പൊ തന്നെ ഇവളെ കാണാൻ വേണ്ടി വരാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുമ്പം അവിടെ മറ്റവളാണ് ഇവളെ കാണാൻ വേണ്ടി വരും. അപ്പോഴാണ് സുൻഹോം ഇവളെ ഫോൺ വിളിക്കുന്നുണ്ട്. അവൾ അത് മൈൻഡ് ചെയ്യാതെ ആദ്യം ജോജോനോട് ഇവൾക്ക് സുൻഹോ ആയിട്ടുള്ള ബന്ധം അവൾ അറിഞ്ഞെന്നറിയും. അതുകൊണ്ട് ഇവളിപ്പോ വന്ന ഉദ്ദേശം സുൻഹോ ഇവൾ പ്രേമിക്കുന്ന പോലെ തന്നെ ജോജയ്ക്ക് അവനോട് പ്രേമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കാരണം പരസ്പരം ഇവർ സ്നേഹിക്കുവാണ് അവൾ പിന്നോട്ട് പോകാൻ തീരുമാനിച്ച്. അതുകൊണ്ട് അവൻ ജോജയെ മറന്നിട്ട് ഇവളെ സ്നേഹിക്കാൻ എന്തോ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് ഇപ്പൊ ജോജോടെ തന്നെ ചോദിക്കുമ്പം കറക്റ്റ് അതേസമയം അവിടേക്ക് സുൻഹോ വന്നിറങ്ങും. അപ്പോഴാണ് ജോജോയുടെ ഫോണിൽ ലവ് അലാറം അടിക്കുന്നത്. അങ്ങനെ അവൻ ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് ഹെയ്യുങ് അവിടേക്ക് വന്നുടനെ ഹെയ്യുങ്ങിന്റെ ഫോണിലും ജോജോയുടെ ഫോണിൽ അലാറം അടിക്കും. അതായത് അവർ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമെന്ന് കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ട് സുൻഹയാണ് മൊത്തം ഷോക്കായി പോകും. അതിനുശേഷം മറ്റോൾ ഇത് മനസ്സിലാക്കി അവിടെ നോക്കുമ്പോഴാണ് ഇവിടെ സുൻഹയും അവന്റെ ലവ് അലാറം എങ്ങനെ അടുപ്പിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവൾ പറയുന്നത് അത് അവളെടുത്ത തീരുമാനമാണെന്ന്. അതിനുശേഷം ഹെയ്യുങ് ഇവരുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് ഇവനെ കണ്ട് സുൻഹോയും മറ്റോളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം സുൻഹോ അവളും കൂടെ സംസാരിക്കുമ്പോഴാണ് അവൾ ഇവനോട് പറയും സത്യത്തിൽ ഇവനെ മറക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ലെന്ന്. അതുകൊണ്ട് ജോജയ്ക്ക് ഇവൻ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ അവളെ കാണാൻ ചെന്ന്. പക്ഷെ അവൾക്ക് ഹെയ്യുങ്ങിനെ ഇഷ്ടമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇവളിപ്പോ ഒരു 28 ദിവസം ഒരു ജോലി കാര്യമായിട്ട് പുറത്തേക്ക് പോകാൻ പറയും. അതുകൊണ്ട് അവൾ അവിടെ ചെന്നിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പം ഇവൻ അപ്പോഴും ഇവളോട് സ്നേഹമില്ലെങ്കിൽ
അവള് പിന്നെ ഇവന്റെ പുറകെ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പ്രോമിസ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഹേയങ്ങും ജോജയും കൂടെ സംസാരിക്കുമ്പോഴാണ് അവൻ ഇവളുടെ ലവ് ലെറ്റർ കേട്ടപ്പോ തൊട്ട് ഒരു പ്രത്യേക ഫീലിംഗ് ആണെന്ന് പറഞ്ഞ് അവളുടെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവളും ഇവന് വേണ്ടി വെച്ച ഒരു ഗിഫ്റ്റ് എടുത്തോണ്ടായിരുന്നു പറഞ്ഞ് അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവിടെ സുൻഹോ വീട്ടിലേക്ക് വരുന്നിട്ട് അവന്റെ ഡ്രൈവറാണ് അഡ്വൈസ് ചെയ്യും. മറ്റവൾക്ക് ഇവനെ കുറെ ഇഷ്ടമായതുകൊണ്ട് ഇവൻ അവളുടെ ലവ് ലെറ്റർ മടിപ്പിച്ചില്ലെങ്കിലും അവൾ ഇത്രയും ദിവസം അവളുടെ വിഷമമൊന്നും കാണിക്കാതെ ഇവന്റെ കൂടെ നടന്നേന്ന്. പക്ഷെ ഇവന്റെ പുറകെ വന്നുകൊണ്ട് അവളുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഫെയിലായി പോയി. അതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടിയാ അവൾ 28 ദിവസം ഇവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ അതിപ്പോ സുൻഹോയ്ക്ക് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് ഇവിടെ ജോജോയുടെ കസിനും അവസാനം 10ാമത്തെ ആളെ കണ്ടുപിടിച്ച് അവൾ ക്ലബ്ബിൽ ചെന്ന് ഡാൻസ് കളിക്കുമ്പോഴാണ് ഇവളും കുറെ ഡാൻസ് കളിച്ച് അവസാനം അവന്റെ ലവ് ലെറ്റർ വാങ്ങിപ്പിക്കും. പക്ഷെ അവസാനം ഇത് വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. കാരണം ഇവൾ കാണിച്ചു കൂട്ടിയത് ഒരു കംപ്ലൈന്റ് ആയിട്ട് മാറി അവന്റെ ഗേൾ ഫ്രണ്ടും ഇവനെ മയക്കെടുക്കാൻ നോക്കിയെന്നറിഞ്ഞ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. അപ്പോഴാണ് അവളും നീ എന്തിനാടാ എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് അവളും ദേഷ്യപ്പെടുമ്പം പോലീസാണ് ഇവരെ സമാനപ്പെടാൻ വേണ്ടി പറയും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ഇവള് ലവ് ലെറ്റർ ക്ലബ്ബിൽ 3000 ഹാർട്സ് വാങ്ങിച്ച് ജോയിൻ ആയെന്ന്. അതുകൊണ്ട് അവൾ സന്തോഷത്തി അയാൾ പറഞ്ഞ പോലെ തന്നെ 10 ലവ് ഞാൻ വാങ്ങിച്ചപ്പോ ക്ലബ്ബിൽ കയറി എന്നറിഞ്ഞ് ഇവളിപ്പോ എല്ലാവരോടും വിളിച്ച് കൂവിക്കൊണ്ടിരിക്കും ഞാനൊരു സെലിബ്രിറ്റി ആയെന്നറിഞ്ഞ്. അത് കേട്ട് എല്ലാവരും ഷോക്കായി നിൽക്കും. എന്നിട്ട് ഇവിടെ ഹെയ്യങ്ങും അവൾ തന്ന സൈക്കിളിന്റെ ബെല്ല് വാങ്ങിച്ചോണ്ട് അവൻ ചിരിച്ചോണ്ടേ പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് ലവ് ലെറ്ററിലെ ബോസ് പോകുന്ന ഇവൻ കാണും. അപ്പോഴാണ് അവന് നേരെ ജോജോയുടെ അടുത്തേക്ക് വന്ന് ഇവളോട് കുറച്ച് സമയം സംസാരിക്കണം എന്നറിഞ്ഞ് കാറി കയറാൻ പറയുമ്പം അവൾ എന്ത് പറയാനുണ്ടെങ്കിലും അത് ഇവിടെ വെച്ച് പറയാൻ പറയും. അപ്പോഴാണ് അവനും ഗു ഇപ്പൊ എവിടെ ഉള്ളതെന്ന് ഇവൾക്ക് അറിയാൻ ചോദിക്കുമ്പം അവളാണ് ഷോക്കായിട്ട് ഇവനല്ല അന്ന് ഗു മരിച്ചോ എന്ന് ഇവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ഗു നിനക്ക് വേണ്ടി ഷീൽഡ് എന്ന് തന്ന് പിന്നെ ഈ ഇടയ്ക്ക് ആ ഷീൽഡിന് പകരം ഒരു സ്പെയർ നിനക്ക് യൂസ് ചെയ്യാൻ തന്ന് അതും കൊണ്ടല്ലേ നീ ഹെയ്യുങ്ങിന്റെ ലവ് ലെറ്റർ മടിപ്പിച്ച അപ്പൊ അവൻ എവിടാന്നുള്ള കാര്യം നിനക്കറിയാം എന്ന് ഇവനെ ചോദിക്കുമ്പം ഇത് കേട്ട് അവള് ഷോക്കായിട്ട് അപ്പൊ അത് ഇവൾക്ക് ഗു ആണോ തന്നേന്ന് ചോദിക്കും. കാരണം ഇവള് പോലെ ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് അവളും എങ്കിൽ പിന്നെ അവൻ ചത്തെന്ന് ഇവൻ എന്തിനാ പറഞ്ഞെന്ന് സത്യത്തിൽ ഇവൻ ആരാൻ ചോദിക്കുമ്പം അവനും ദേഷ്യത്തി ഇവൾക്ക് വേണ്ടി ആ ഷീൽഡ് അവൻ കൊടുത്തോണ്ട് അവസാനം സുൻഹോ ഇത് കണ്ടുപിടിച്ച് ഇവനെ വന്ന ബ്ലാക്ക് മെയിൽ ചെയ്ത്. അതേപോലെ ഇപ്പൊ ഹെയ്യുവിന്റെ ലവ് ലെറ്റർ മടിപ്പിച്ചോണ്ട് ഇനി അടുത്തായിട്ട് അവനും വന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവന് സംസാരിച്ചിട്ട് പോകുമ്പം ഇവിടെ വീട്ടിൽ നിന്ന് ജോജോ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ കസിനാണ് ഹെയ്യുമായിട്ട് ഇപ്പൊ സംസാരിച്ചിട്ട് വന്നോളെന്ന് പറഞ്ഞ് അവനിപ്പോ വഴി വെച്ച് കണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് അവൻ പോയിട്ട് കുറെ സമയം ആയില്ലെന്ന് പറഞ്ഞ് ഇവൾ ചോദിക്കും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന ഇവൾ അവനായിട്ട് സംസാരിച്ചൊക്കെ ഒരേശം അവൻ കേട്ട് കാണുമെന്ന്. അതുകൊണ്ട് അവളും പുറകെ ഓടിച്ചെന്ന് അവനെ ഫോൺ വിളിച്ചൊക്കെ നോക്കുമ്പോഴാണ് അതേസമയം ഇവനൊറ്റയ്ക്ക് ഇവർ സംസാരിച്ചെല്ലാം കേട്ട് വിഷമിച്ചിരിക്കും. കാരണം ഇവൻ വിചാരിക്കുന്ന അവൾക്ക് ഇഷ്ടം വന്നുകൊണ്ടല്ല ഇവന്റെ ഫോണിൽ ലവ് ലെറ്റർ മടിച്ച് അവൾ ആ ടൂൾ യൂസ് ചെയ്തോണ്ടാ ഇവന്റെ ഫോണിൽ ലവ് ലെറ്റർ മടിച്ചെന്ന്. അതുകൊണ്ട് അവൻ അത് ആലോചിച്ച് സങ്കടത്തിരിക്കുക. എന്നിട്ട് അവൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സുൻഹോയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവൻ ആ ഷീൽഡ് സ്പെയറിനെ കുറിച്ചൊക്കെ അറിയാൻ ചോദിക്കുമ്പം സുൻഹോയും ഈ സ്പെയർ എന്തോ സംഭവം അവൻ ചോദിക്കും. അപ്പോഴാണ് ഹെയ്യങ്ങും അത് യൂസ് ചെയ്തിട്ട് ജോജോ ഇവന്റെ ലവ് ലെറ്റർ മടിപ്പിച്ചെന്ന് പറയും. അതിനെ ശവന് വിഷമിച്ചിട്ട് എങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് നിനക്ക് അറിയായിരിക്കുമല്ലോ എന്നറിഞ്ഞ് ഇവൻ മാത്രം എന്ത് ഇതിനെ കുറിച്ച് അവസാനം അറിയുന്നതെന്ന് പറഞ്ഞ് സങ്കടത്തിരിക്കും. അപ്പോഴാണ് സുൻഹോയും അവൻ ഈ സ്പെയറിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഷീൽഡിനെ കുറിച്ച് അറിയത്തുള്ളെന്ന് അറിഞ്ഞ് അത് അവള് പറഞ്ഞല്ല അവൾ സംസാരിക്കുന്ന ഒളിഞ്ഞു കേട്ടാന്ന് പറയും. അതിനേശം ഇവിടെ ജോജോ അവനാലോചിച്ച് വിഷമിച്ചോണ്ട് അവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഇവനാണ് ആ മെസ്സേജ് ഒന്നും കാണാതെ അവളുടെ ആ ലവ് ലെറ്റർ ഫേക്കാന്ന് പറഞ്ഞ് അവൻ അപ്സെറ്റ് ആയിരിക്കും. ഇതേപോലെ സുൻഹോയും വീട്ടിൽ നിന്ന് ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് താമസിച്ചായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പോഴാണ് അവനും നിങ്ങൾ എന്തിനമ്മ നമ്മളൊരു ഹാപ്പി ഫാമിലിയാന്ന് പുറത്തെല്ലാരും കാണിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവന്റെ അമ്മയും ഒരേശ ഹാപ്പി ഫാമിലി ആയിട്ട് നമ്മളെ തന്നെ കാണിക്കുവാണ് അവസാനം ഒരു സെക്കൻഡ് നമ്മളൊരു ഹാപ്പി ഫാമിലി ആയിട്ട് മാറിപ്പോകുന്ന ഒരു വിശ്വാസം കാരണം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അതുകൊണ്ട് അവരിപ്പോ തീരുമാനിച്ച ഇവനൊരു അമ്മയാകാൻ വേണ്ടിയാ. അങ്ങനെ ഓരോ ദിവസം ഇവരെ ട്രൈ ചെയ്യുമ്പോൾ അവസാനം യഥാർത്ഥത്തിൽ ഇവന്റെ അമ്മയായിട്ട് മാറാൻ പറ്റുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ജോർജ് രാത്രി ഫുൾ അവന് മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ റിപ്ലൈ കിട്ടാത്ത വിഷമത്തി അവള് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് പുറത്ത് വെച്ച് ഹെയ്യുവിനെ കണ്ടുമുട്ടും. അതുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലുമ്പം അവന്റെ ഫോണിൽ ലവ് ലെറ്റർ അടിക്കുന്നുണ്ട്. ഈ തവണ സന്തോഷമല്ല ഒരു കുറ്റബോധമാണ് വരുന്നത്. കാരണം ഇവന് വേണ്ടി അവൾ മനഃപൂർവ്വം അടുപ്പിക്കുന്ന. അതുകൊണ്ട് അവൻ ഇപ്പൊ അവളെ കണ്ടിട്ട് ഇന്നലെ ഇവള് ലവ് ലെറ്ററും ബോസായിട്ട് സംസാരിക്കുന്നവെല്ലാം കേട്ടെന്നറിയും. അപ്പോഴാണ് അവളാണ് സങ്കടത്തി ഇവനോട് എല്ലാ സത്യം ഇവള് തുറന്നറിയാന്നറിഞ്ഞ് അവൾ പറയുന്ന കേൾക്കാൻ പറയുമ്പം അവനാണ് ഇവൾക്ക് യഥാർത്ഥത്തിൽ ഇവനോട് ഇഷ്ടം വരുന്നവരെ അവൻ വെയിറ്റ് ചെയ്യാന്നറിയും. ഒരു ഇവനെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവനത് കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവനെ തന്നെ റിജക്ട് ചെയ്യാന്നറിയും. അങ്ങനെ രണ്ടുപേരുടെ തീരുമാനം എന്തുവാണോ അതല്ലേ സ്നേഹം എന്നറിഞ്ഞ് ഇവനും പറയുമ്പം അവൾ അതെല്ലാം കേട്ട് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അവസാനമായിട്ട് നിനക്ക് സിൻസിയർ ആയിട്ട് എന്നോട് പ്രണയം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. പക്ഷെ ഇവിടെ ജോജയാണ് അവന് സ്നേഹിക്കുന്നുണ്ട് അവൾ ഇതൊക്കെ ചെയ്ത്. പക്ഷെ ഈ സത്യം അവൻ മനസ്സിലാക്കിയില്ല. അതിനെ ശവം പോകുന്ന വഴിക്ക് തന്നെ ഇവളറിയാതെ അവന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവനും പെട്ടെന്ന് ബസ് കയറി പോയതോടെ ഇവളും മൊത്തത്തിൽ ഒറ്റയ്ക്കായി പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി ഒരൊറ്റ എപ്പിസോഡും കൂടെ ഉള്ളു നമ്മുടെ ലവ് ലെറ്റർ ഡ്രാമ തീരാൻ. 2 സീസണും കൂടെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡോടെ നമ്മുടെ ഡ്രാമ തീരുകയാണ്. സോ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക.